ഗൈസ് അത് പിന്നെ ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ ബാലകണ്ഠ ചായക്കടയിലാട്ടോ. ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കിയപ്പോൾ ഇതാണ് നമ്മുടെ ബാലകേട്ടൻ, ശരിക്കുള്ള ഒരു ബാലകൃഷ്ണൻ എന്നാട്ടോ. 75 വർഷത്തെ പഴക്കമുണ്ട് ഈ ചായക്കടയ്ക്ക്. ഞാൻ എന്തായാലും ഒരു ചായ പറഞ്ഞിട്ടുണ്ട്. ആ ചായ ഉണ്ടാക്കുന്ന തിരക്കിലാണ് മൂപ്പര്. ആ ചായയും കുടിച്ച് ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചിരുന്നു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ട് തുടങ്ങിയ കടയാണെന്നും. അച്ഛനെ പറഞ്ഞ ശേഷം അമ്മ അത് ഏറ്റെടുത്തു. ഇപ്പോൾ ബാലകേട്ടൻ നടത്തേണ്ടി തോന്നുന്നുണ്ട്. ബാലകേട്ടൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ സ്ഥിര ആളുകളാട്ടോ, അതായത് ഈ കട തേടി വരുന്ന ആളുകൾ. ഈ ചായക്കാരൊപ്പം തന്നെയാണ് ബാലേട്ടൻ്റെ വീട്. അതിനൊപ്പം തന്നെ ഒരു ചെറിയൊരു ആവശ്യ സാധനങ്ങളൊക്കെ ഒരു ചെറിയ കട കൂടിയുണ്ട്. രാവിലെ കഴിക്കാനായിട്ട് ഇഡലി ദോശ അതങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഇന്ന് ഇഡലിയുടെ കൂടായിരുന്നു. അതിലേക്ക് ചട്നി സാമ്പാർ പിന്നെ എണ്ണക്കടികളും ഉണ്ടാവും. ഞായറാഴ്ച ഈ കട അവധിയാണ് കേട്ടോ. നിങ്ങളെ കടയൊക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വെച്ച് ഞാൻ വീഡിയോ എടുക്കാൻ ഉള്ളിൽ പോയപ്പോഴാണ് ഞാനൊരു സാധനം അവിടെ നോട്ടീസ് ചെയ്തത്. പണ്ടത്തെ ത്രാസ്. ഇന്നിപ്പോൾ ഡിജിറ്റൽ ത്രാസുകൾ ഉള്ളതുകൊണ്ട് തന്നെ ആരും ഒന്നും ഉപയോഗിക്കാത്തൊരു സംഭവം കൂടിയാണല്ലോ അത്. കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. ഞാൻ കുറച്ച് നേരം ആ ത്രാസും കട്ടയിലൊക്കെ പിടിക്കാൻ കുറച്ച് നേരം കളിച്ചിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞ് ഞാൻ ബാലേൻ്റെ അടുത്ത് യാത്ര പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഈ ഒരു കടയുടെ ലൊക്കേഷൻ വരുന്നത് ആരും മറക്കണ്ട, വാണിയംകുളം വല്ലപ്പുഴ റോഡിൽ കൈലാട് കുഴൽക്കിണർ സ്റ്റോപ്പിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഈ ബാലേൻ്റെ ചായക്കട വരുന്നത് കേട്ടോ. ഈ വഴി വരുന്ന ആളുകളൊക്കെ ഒന്ന് കയറി നോക്കണം. ഇത് നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ.